വായിക്കുന്ന ആൺകുട്ടികൾ എന്ന കവിത ഞാനിവിടെ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ബോബി ജോസ് കട്ടിക്കാടച്ചൻ്റെ ആ രണ്ട് വാക്കുകളാണ്. സ്നേഹം വളരെ അപകടം പിടിച്ച ഒരു കളിയാണെന്നുള്ളതാണ്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിരുന്നത് BA ഇംഗ്ലീഷ് ആയിരുന്നു, പിന്നെ MA ഇംഗ്ലീഷ് ആയിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പഠനകാലത്ത് ആത്മഹത്യ ചെയ്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് വായിക്കുന്ന ഒരു 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 നല്ലതാണോ എന്നുള്ള ഒരു വായനാ രീതി എനിക്കുണ്ടായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ ആത്മഹത്യ ചെയ്ത തോമസ് ചട്ടേട്ടൻ മുതൽ ചൈനീസ് കവിയായിട്ടുള്ള ഇസു വരെ, മൈക്കോവസ്കി വരെ, സിൽവിയ പ്ലാത്ത് വരെ, മലയാളത്തിലെ നന്ദനാരും നമ്മുടെ ഗുഹനും അല്ലെങ്കിൽ രാജലക്ഷ്മിയും ഒക്കെ, ഷെറിൻ അവസാന ആത്മഹത്യ ഷെറിനും ഷീബ ടീച്ചർ വരെ നമ്മൾ തെരഞ്ഞു പിടിച്ച് വായിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രമാത്രം വലിയൊരു മരണാഭിമുഖ്യം അക്കാലത്ത് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം വളരെ മെലിഞ്ഞ് മുന്നോക്കം ചായുന്ന കറുത്ത ചുണ്ടുകളോട് കൂടിയ വളരെ മ്യൂട്ടഡായിട്ടുള്ള ആൺകുട്ടിയായിരുന്നു ഞാൻ. വളരെ ചെറിയ മുടിക്കുറവുള്ള പെൺകുട്ടികളോടും മെലിഞ്ഞ പെൺകുട്ടികളോടും കണ്ണടയിട്ട പെൺകുട്ടികളോടും വളരെയധികം സ്നേഹം സൂക്ഷിച്ചിരുന്ന ഒരാൾ. വളരെയധികം അപകർഷതാബോധത്തിൻ്റെയൊക്കെ ഒരു ആൾരൂപമായിരുന്നു ഞാൻ അക്കാലത്ത്. അതുകൊണ്ട് തന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എല്ലാ കാലത്തും കണ്ടുപിടിച്ച ആള് ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചിരിക്കാൻ മതിയായ കാരണങ്ങൾ തികയാതെ വരുന്ന സമയത്ത്, മരിക്കാൻ പോണ ധൈര്യമില്ലാത്ത കാലത്ത്, അല്ലെ മരിക്കാനും കാരണങ്ങളില്ലാത്ത കാലത്ത്, വൺ ഹു വാണ്ടറിങ് ബിറ്റ്വീൻ ടു എൻഡ്സ്, അപ്പോൾ ആകെ ഉണ്ടായിരുന്ന രക്ഷ എന്നുള്ള പ്രണയത്തിലേക്കോ എഴുത്തിലേക്കോ കവിതയിലേക്കോ ഒക്കെ രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ കവിത കരളിനുണ്ടാവുന്ന ഒരു കരച്ചിലായിരുന്നു. പ്രണയത്തിന് വേണ്ടിയുള്ള ഒരു അലറിക്കരച്ചിൽ, നിശബ്ദമായ അലറിക്കരച്ചിലായിരുന്നു. അങ്ങനെ 10 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷുഭിതമായിട്ടുള്ള ആ യൗവന കാലത്ത് UP ജയരാജനെയും വിക്ടർ ലീനസിനെയും ഒക്കെ വായിച്ചുകൊണ്ടിരുന്നു. കാലിക്കറ്റ് മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറിയിലെ മിക്കവാറും പുസ്തകങ്ങളൊക്കെ വായിച്ച് നടന്ന അക്കാലത്ത് എഴുതിയ ഒരു കവിതയായിരുന്നു ഈ വയലിൻ വായിക്കുന്ന ആൺകുട്ടികൾ. 10 വർഷം ആ കവിതയിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ ചിന്തിച്ചു നോക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇന്നും തോന്നുന്നു ആ കവിതയിൽ വലിയ മാറ്റങ്ങളൊന്നും കാലം വരുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വളരെ പ്രണയാതുരമായ, പ്രണയിക്കാനാവാത്ത, സ്നേഹാധിക്യമുള്ള ഒരു ആ കാലത്തെ മെലിഞ്ഞുണങ്ങിയ രണ്ട ചുണ്ടുകളുള്ള, കറുത്ത ചുണ്ടുകളുള്ള ആ ഒരു ഒറ്റപ്പെട്ട കാലത്തെ, മ്യൂട്ടഡായ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന കവിതയായിരുന്നു എൻ്റെ വയലിൻ വായിക്കുന്ന ആൺകുട്ടികൾ എന്ന കവിത. ആ കവിതയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. വയലിൻ വായിക്കുന്ന ആൺകുട്ടികൾ. ഓരോ ആൺകുട്ടികളും പുരുഷനായി ജനിക്കാൻ വിധിക്കപ്പെട്ട വസന്തത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരജ്ഞാത ജീവിയാണ്. ഓരോ ആൺകുട്ടികളും പുരുഷനായി ജനിക്കാൻ വിധിക്കപ്പെട്ട വസന്തത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരജ്ഞാത ജീവിയാണ്. നീണ്ടു മെലിഞ്ഞ ഒരുവൻ, അവന്റെ സമ്മോഹന വാഗ്ദാനങ്ങൾ, ഭൂമിയിലെ അജ്ഞാത ലക്ഷ്യങ്ങളിലേക്ക് അവന്റെ വിദ്യുത് ബന്ധങ്ങളുടെ ലയനം. നിങ്ങൾ എങ്ങനെയാണ് അവനെ കണ്ടുപിടിക്കുക? പരിണാമ ചരിത്രത്തിൽ അദൃശ്യവൃത്തങ്ങൾ കോറിയിടുന്ന തീഷ്ണ ദൃഷ്ടികളിൽ മിക്കവാറും ഒരു പൗരാണിക പ്രസ്താവത്തിന്റെ ഉദ്ധരണിയിലെ വാക്കുകളിൽ അവൻ എല്ലാ കീഴടങ്ങലുകളെയും അതികായകന്മാരുടെ ആശ്ലേഷങ്ങളിലൂടെ അതിജീവിക്കുന്നു. വ്യാകുലതകളുടെ മൃദുശബ്ദങ്ങളിൽ നിന്ന്, പ്രജ്ഞയെ ശൂന്യമാക്കുന്ന പ്രേരണകളിൽ നിന്ന്, മഞ്ഞ്, മഴ, ആകാശം, വായു, പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് അവൻ ഇന്നലകളിൽ നിന്ന് നാളേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വയലിൻ വായിക്കുന്ന ആൺകുട്ടികളെ കുറിച്ചാണ്. ഒരു ചില്ലു ജനാലക്കരികിലൂടെ എൻ്റെ ക്യാമറയുടെ ആംഗിൾ ഒന്ന് മാറ്റിയാൽ, ഒരു ചില്ലു ജനാലക്കരികിലൂടെ എൻ്റെ ക്യാമറയുടെ ആംഗിൾ ഒന്ന് മാറ്റിയാൽ, തീക്കാറ്റ് പോലെ ചീറ്റുന്ന ഒരു ഓർമ്മയുടെ മുന്നിലൊരു മെഴുകുതിരിയായി സ്വയം എരിഞ്ഞുകൊണ്ട് വയലിൻ വായിക്കുന്ന അവനെ കാണാം. എൻ്റെ ചില്ലു ജനാലക്കരികിലൂടെ എൻ്റെ ക്യാമറയുടെ ആംഗിൾ ഒന്ന് മാറ്റിയാൽ, തീക്കാറ്റ് പോലെ ചീറ്റുന്ന ഒരു ഓർമ്മയുടെ മുന്നിലൊരു മെഴുകുതിരിയായി സ്വയം എരിഞ്ഞുകൊണ്ട് വയലിൻ വായിക്കുന്ന അവനെ കാണാം. വയലിൻ്റെ സുഭഗ സംഗീത മൂർച്ചയിൽ അവൻ തൻ്റെ പിൻജന്മത്തിൻ്റെ വിളി കേട്ട് തനിയെ ഒരു ജീവൻ പ്രവാഹത്തിന് കുറുകെ നടക്കുകയാണെന്ന് തോന്നും. വയലിൻ്റെ സുഭഗ സംഗീത മൂർച്ചയിൽ അവൻ തൻ്റെ പിൻജന്മത്തിൻ്റെ വിളി കേട്ട്
തനിയെ ഒരു ജീവൽ പ്രവാഹത്തിന് കുറുകെ നടക്കുകയാണെന്ന് തോന്നും. അന്തമില്ലാത്ത വിനാഴികകളിൽ വജ്രനാളം പോലെ മരിക്കുന്ന നിമിഷങ്ങളിൽ ഒരുവൾക്കായി ഒരു അപൂർവ രാഗം വായിക്കുന്നു. അന്തമില്ലാത്ത വിനാഴികകളിൽ വജ്രനാളം പോലെ മരിക്കുന്ന നിമിഷങ്ങളിൽ ഒരുവൾക്കായി ഒരു അപൂർവ രാഗം വായിക്കുന്നു. സാരി ഒരു അത്ഭുതമായി ഉടുത്തൊരുങ്ങിയവളൊരുവൾ നീട്ടിപ്പിടിച്ച കൈകളുമായി കിനാവിൻ്റെ പടികൾ ഇറങ്ങി വരുന്നുണ്ട്. സാരി ഒരു അത്ഭുതമായി ഉടുത്തൊരുങ്ങിയവളൊരുവൾ നീട്ടിപ്പിടിച്ച കൈകളുമായി കിനാവിൻ്റെ പടികൾ ഇറങ്ങി വരുന്നുണ്ട്. ഹൃദയത്തിൽ അമരുന്ന കൈകൾ, അവളുടെ തളർന്നുപോയ വാത്സല്യം, അവരുടെ ചുഴലി പിടിച്ച മനസ്സ്, അതെ, നിത്യതയുടെ അജയ്യതുമായി അവനിങ്ങനെ ഭ്രാന്തമായി അവളിൽ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ അമരുന്ന തണുത്ത കൈകൾ, അവളുടെ തളർന്നുപോയ വാത്സല്യം, അവരുടെ ചുഴലി പിടിച്ച മനസ്സ്, അതെ, നിത്യതയുടെ അജയ്യതയുമായി അവനിങ്ങനെ ഭ്രാന്തമായി അവളിൽ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ വയലിൻ വായിക്കുന്ന നേരം അവൻ കണ്ണടയ്ക്കുന്നത് കണ്ടാൽ അവനൊരു പടികൾ ഇറങ്ങി വരുന്ന നിലാവിനെ സ്വപ്നം കാണുകയാണെന്ന് തോന്നും. ഒടുവിൽ അവൻ വയലിൻ വായിക്കുന്ന നേരം കണ്ണടയ്ക്കുന്നത് കണ്ടാൽ അവനൊരു പടികൾ ഇറങ്ങി വരുന്ന നിലാവിനെ സ്വപ്നം കാണുകയാണെന്ന് തോന്നും. അതെ, നിഗൂഢം, സ്വപ്ന നിർഭരം, പാതിയിൽ അബോർട്ട് ചെയ്യപ്പെട്ട സ്വപ്നങ്ങളിൽ, കടുംചോരയൊലിക്കുന്ന നിമിഷങ്ങളിൽ, വേദനാ നിർഭരം ഓർമ്മകളിൽ ചില ആൺകുട്ടികൾ ഇങ്ങനെ വയലിൻ വായിച്ചു കൊണ്ടേയിരിക്കും. അതെ, നിഗൂഢം, സ്വപ്ന നിർഭരം, പാതിയിൽ അബോർട്ട് ചെയ്യപ്പെട്ട സ്വപ്നങ്ങളിൽ, കടുംചോരയൊലിക്കുന്ന നിമിഷങ്ങളിൽ, ഓർമ്മകളിൽ ചില ആൺകുട്ടികൾ ഇങ്ങനെ വയലിൻ വായിച്ചുകൊണ്ടിരിക്കും.